അപ്പോൾ ഇന്ന് നമ്മളൊരു എണ്ണപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അരിപ്പൊടി 2 ഗ്ലാസ്, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്. തേങ്ങ 1 മുറിയുടെ പകുതി, പിന്നെ ജീരകം 3 കഷ്ണം, വെളുത്തുള്ളി അതുപോലെ 3 കഷ്ണം ചുവന്നുള്ളി, കരിഞ്ജീരകം, റവ, ഉപ്പ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഒത്തിരി അരയരുത്, ചതച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ചീനിച്ചട്ടി വെച്ചെടുക്കാം. അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം തിളയ്ക്കാറായി, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നെയ്യ്, നമ്മൾ എണ്ണയല്ല ഇട്ട് കൊടുക്കുന്ന നെയ്യ്. എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം റവയും കൂടെ ഇട്ട് കൊടുക്കുക, നല്ലൊരു മുരുമുരിപ്പൊക്കെ കിട്ടാനാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ശകലം കരിഞ്ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് നല്ലതായിട്ട് ഇളക്കി ശരിയാക്കി എടുക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഒരു ശകലം കനം വേണം ഇതിന്, അല്ലാതെ നമ്മൾ തീർത്തും ചപ്പാത്തി പോലെ പരത്തിയെടുക്കരുത്. ഇത് നല്ല ലെവലായിട്ട് നമ്മൾ പരത്തി എടുക്കണം. നമുക്കൊരു ഗ്ലാസിൻ്റെ വലുപ്പത്തിൽ നമുക്കത് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കണം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ മൂത്ത് നമുക്കിപ്പോൾ ഇതിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതായി കഴിയുമ്പോൾ ബാക്കി ഇട്ട് കൊടുക്കാം. ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിരിക്കുന്ന പത്തിരി പൊങ്ങി വരും. ഇതായിട്ടുണ്ട്, നമുക്കിനി ഇപ്പോൾ എടുക്കാം.
അപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് കാപ്പിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കറി എന്തെങ്കിലും കൂട്ടി അത് കൂട്ടിയാണെങ്കിലും കഴിക്കാം.